കുക്കറിലേക്ക് വൃത്തിയാക്കി വെച്ച് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മാങ്ങ കൂടി ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വേവാനാവശ്യമായ വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവുമ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങയോ 2 പച്ചമുളക്, 1 വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, 1 തണ്ട് കറിവേപ്പില, 1 നുള്ളി ജീരകം എന്നിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തേങ്ങയൊക്കെ ചേർത്ത് ഉടച്ചെടുക്കണം. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഞാനതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാറിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പിലയിട്ട് നല്ലോണം ഇതൊന്ന് ഉടച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറവ് റെഡിയാക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡിയായി.